5 രൂപയ്ക്ക് എക്സ്പ്രഷൻ ഇടാൻ പറഞ്ഞിട്ട് 500 രൂപയുടെ എക്സ്പ്രഷൻ ഏട്ടൻ തകർക്കാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ ചക്ക കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറേ ചക്ക അവിടെ പറമ്പിലുണ്ടല്ലോ. അപ്പോൾ ചക്കയുടെ വരട്ടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഏട്ടൻ മാത്രമല്ല ഞാനും എക്സ്പ്രഷൻ ഇടുന്നുണ്ട് കേട്ടോ. ഇതൊരു സന്ധ്യാസമയമാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ചക്ക വരട്ടി 2 ദിവസം കൊണ്ട് നമ്മൾ വരട്ടിയെടുത്തത്. കുറേ ദിവസം കിടന്ന് ഇങ്ങനെ നല്ലോണം വരട്ടിയെടുത്ത് നല്ല അലുവ കഷ്ണം പോലെ ആവും. നമുക്ക് ഒരുപാട് കാലം ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം നമ്മൾ പുറത്ത് അടുപ്പൊക്കെ വെച്ചിട്ട് നമ്മൾ ഉരുളിയൊക്കെ വെച്ച് സെറ്റായിരിക്കുകയായിരുന്നു കേട്ടോ. നമ്മൾ ചക്കയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ ചക്കയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നല്ലോണം ചൂടാക്കി എടുത്ത് ഇത് കുറേ ദിവസം പിടിക്കും ഇങ്ങനെ ഒന്ന് വെന്ത് ഒരു ഫസ്റ്റ് കണ്ട പരുവത്തിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വേഗം തന്നെ ഒരു മിക്സിയുടെ ജാറിലിട്ട് നമ്മളിത് വേഗം ഇങ്ങനെ അടിച്ചെടുത്തു. അപ്പോൾ നല്ല പായസം പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനകത്തുള്ള വെള്ളത്തിന് അംശമൊക്കെ മാറാനും നല്ല അലുവ പോലെ നല്ല കട്ടിയായിട്ട് എടുക്കാനും നമുക്ക് ഒരുപാട് പലഹാരങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ചക്കപ്പായസം, ചക്കട, ചക്കലുവ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള അത്ര പാടിലാണ്. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ മിക്സിയിൽ കൊണ്ട് അടിച്ചതിന് ശേഷം ഇത് ഈ പായസം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ശർക്കരയും കൂടി ചേർത്തിട്ട് ഉള്ളൊരു രൂപമാണ് ഇത്. ശർക്കര ഇട്ട് ഞാൻ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അടുപ്പൊക്കെ കൂട്ടി നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഗ്യാസിൽ വെച്ച് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ അടുപ്പിൽ നമ്മൾ കുറേ ദിവസം സമയം എടുത്തിട്ട് ഇങ്ങനെ കുറേ കാലത്തേക്ക് വേണ്ടി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് നമ്മൾ ആ ശർക്കരയൊക്കെ ചേർത്ത് നമ്മൾ ഇതിനകത്ത് ഉരുളിയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം ഇളക്കുക. നല്ലോണം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഞങ്ങൾ ഒരു 2 ദിവസം കൊണ്ടാണ് ഇതായിട്ടുള്ളൂ. പക്ഷെ ഇത് കുറേ ദിവസം എത്രത്തോളം നമ്മൾ അടുപ്പിൽ ഇങ്ങനെ നമ്മൾ നല്ലോണം ആക്കിയെടുക്കുന്നു, നല്ലോണം വരട്ടി എടുക്കുന്നു, അത്രയും നല്ലതാണ് കേട്ടോ. കുറേ കാലത്തിന് നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ നല്ല ബെസ്റ്റ് സാധനമാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിലുണ്ടായ സാധനമാണ്. അപ്പോൾ നമ്മൾ ശർക്കര ഇട്ടതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ ശർക്കര കഴിഞ്ഞ് വരുമ്പോൾ ശർക്കരയുടെ ഒരു ടേസ്റ്റിലും രൂപത്തിലും കളറിലൊക്കെ വരും കേട്ടോ. അപ്പോൾ നല്ലോണം ഇളക്കി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരുപാട് നല്ലോണം ഇളക്കണം, കാരണം ഇത് അടുത്തു നിന്ന് മാറരുത്. നല്ലോണം ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഇതുപോലെ ചക്കക്കാലം തുടങ്ങിയത് ഇതൊക്കെ തന്നെയാണ് പണി. കുറേ ചക്ക വറുത്ത് വെക്കും, കുറേ ഇതുപോലെ ചെയ്യും, കുറേ ചക്ക ഉണക്കി വെക്കും നമുക്ക് മഴക്കാലത്തൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് 1 കിലോ ശർക്കരയോളം ഇവിടെ ചേർത്തിട്ടുണ്ടായിരുന്നേ. നല്ല മധുരമായിരുന്നു, ചക്ക പഴഞ്ചക്കയായിരുന്നു. അപ്പം നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ ശർക്കരയും കൂടി ചേർത്തപ്പം ഓക്കെ, ഞങ്ങൾക്ക് പാകത്തിനുള്ള മധുരമായിരുന്നു. മധുരമൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അതിനനുസരിച്ച് ചേർത്താൽ മതിയാവും കേട്ടോ. നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് തന്നെ ഇനിയിപ്പം നമുക്ക് തീയൊക്കെ നല്ലോണം കൂട്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതാണ് ബെറ്റർ. എന്നാൽ പിന്നെ അത് അടുക്കി പിടിക്കാണ്ടൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊരു വിധം കുറുകിയിട്ട് ചെറിയൊരു അതിൻ്റെ ഒരു രൂപം കുറച്ചൊന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഇത്തിരി കട്ടിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ കളിക്കണം. ഞങ്ങളൊരു ഏകദേശം കുറേ സമയം എടുത്തു. 2 ദിവസം കൊണ്ട് ഞങ്ങൾ വരട്ടിയെടുത്തത്. അപ്പോൾ അത്യാവശ്യം സമയം എടുത്തിട്ടുണ്ടായിരുന്നു അത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ തിളക്കലാണ് സഹിക്കാൻ പാടില്ലാത്തത്. നമ്മുടെ കയ്യിലൊക്കെ ഇതിൻ്റെ ചക്കത്ത് ഇങ്ങനെ തിളച്ചിട്ടുള്ള ആ ഒരു സമയത്ത് നമ്മുടെ കയ്യിൽ മുഖത്തൊക്കെ തെറിക്കിട്ടാ നല്ല രസം ഉണ്ടാവും കേട്ടോ. നല്ല ചൂടാണ്. പൊള്ളിയാൽ ഇങ്ങനെ ഇരിക്കും, ചെറിയൊരു നീറ്റൽ പോലൊക്കെ തോന്നും. അപ്പം ഇങ്ങനെ അടുത്തിരുന്നിട്ട് തന്നെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ സമയത്തൊക്കെ നമുക്ക് കുറേ നല്ലൊരു പരുവം ശർക്കര കരിഞ്ഞ് ചേർന്ന് കുറച്ചൊന്നൊരു പരുവം ആയി എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമുക്ക് നെയ്യൊക്കെ ഒഴിക്കട്ടോ. ഞാൻ ആ നെയ്യൊക്കെ നമ്മുടെ പാകത്തിന് ഞാനൊരു 2-3 ടേബിൾ സ്പൂണോളം നെയ്യ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. 2-3 പ്രാവശ്യം ഞാൻ ഒഴിച്ചു. പിന്നെ വീഡിയോ കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ ഞാൻ ആ കുപ്പിയിലുണ്ടായ ബാക്കിയും കൂടി അതിനകത്ത് ആഡ് ചെയ്യുന്ന കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഏലക്കായും കൂടി പൊടിച്ച് ചേർക്കുന്നുണ്ട്. ഏലക്കായ ഒരു കുറച്ച് നമ്മൾ ഇതിനനുസരിച്ചിട്ട് കുറച്ച് പൊടിച്ച് ചേർക്കാം, അതും മറക്കരുത്. അപ്പോൾ ഇപ്പം തന്നെ ഈ ഒരു സമയത്ത് തന്നെ നമ്മളെടുത്ത് ടേസ്റ്റ് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ മാർക്കറ്റിലൊക്കെ ഇങ്ങനെ നല്ല വാല്യൂ ഉണ്ടെന്ന് തോന്നുന്നു. നല്ല കുറേ ചക്കൻ്റെ അപ്പോൾ ഒരുപാട് ചക്കകൾ നമുക്ക് കുറേ ഒന്നും കിട്ടിയിട്ടുണ്ടായില്ല, ഒക്കെ പൊഴിഞ്ഞ് വീഴുകയും നമ്മൾ കുറേ കൊടുക്കുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഇതിങ്ങനെ ചെയ്ത് നോക്കാണ്ട് അവസരം ഒരു ബുദ്ധി തോന്നി നമുക്ക് ചെയ്താലോ, നമുക്ക് അങ്ങനെ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള ഇപ്പം അത്യാവശ്യം ചക്ക വരട്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിന് സമയം പോലെ പായസവും അടയും അലുവയും ഒക്കെ ഉണ്ടാക്കണം. കണ്ടില്ലേ, നമ്മൾ നേരത്തെ ഫസ്റ്റ് ഇരുന്ന ചക്ക എങ്ങനെ ഇപ്പം ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടില്ലേ നിങ്ങളെല്ലാവരും. അപ്പോൾ ഇത് കണ്ട നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുവിധം ഒരു സമയമായപ്പോൾ നമ്മളത് ഒരുവിധം ഓൾമോസ്റ്റ് കുറുകിയപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ട് അതിന് പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ ആണ്. രാവിലെ തന്നെ ഇതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ കുറുക്കിയത് ഈ ഒരു അടയുടെ പരുവത്തിൽ അലുവയുടെ പരുവത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ശരിക്കും കണ്ട ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ വ്യത്യാസം. ഇതുപോലെ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലോണം തണുപ്പ് പോയി മൂടി വെക്കരുത് കേട്ടോ. അതിൻ്റെ തണുപ്പൊക്കെ പോകാൻ അനുവദിക്കുക, ചൂടൊക്കെ പോകാൻ അനുവദിക്കുക, തണുക്കാൻ അനുവദിക്കുക. അതിനുശേഷം നമുക്ക് വെള്ളമൊന്നും ഇല്ലാത്തൊരു ജാറിലേക്ക് എടുത്ത് ഇതുപോലെ സൂക്ഷിക്കട്ടോ. ബാക്കിയുള്ള ഞങ്ങൾ പറയാനാക്കി തിന്നു. അപ്പോൾ അത്ര ബൈ ബൈ, സീ യു.